പ്ലീസ് വെൽക്കം ജയലക്ഷ്മി ഓൺ സ്റ്റേജ്. ഞാൻ അടുത്തായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന റിഫ്ലക്ഷൻ റൗണ്ടാണ്. ഞാൻ കിലുക്കം എന്ന സിനിമയിലെ രേവതിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതിന് സെയിം കോസ്റ്റ്യൂംസൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ റൗണ്ടിലേക്ക് ജഡ്ജസ് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. അടുത്ത ഞാൻ എന്താ കയറാൻ പോവുകയാണ്. എല്ലാവരും കാണണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒറ്റയ്ക്കാണോ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി വന്നില്ലേ? അടുത്ത നിപ്പുണ്ട്. ഗോൾ നല്ല ഗോളായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിലുക്കം അല്ലേ, രേവതി, റിഫ്ലക്ഷൻ, ഇനി വല്ലതും പറയണോ? കമ്മ്യൂണിക്കേറ്റീവ്, ആ കോസ്റ്റ്യൂം വെരി ഗുഡ്. എന്താ പ്രശ്നം? എന്റെ കണ്ണോട്ടനാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി താൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് റൂം തരുന്നില്ല. റൂമില്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചിരുത്തി മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുത്താന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുത്തു. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞോട് ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്. അങ്ങേരോട് പറഞ്ഞാൽ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്നവർ പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ദാ ഈ കൈത പറയാ എന്റെ അമ്മാവന്റെ വകയല്ലേ ഈ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലെന്ന്. അപ്പൊ അവൻ എന്നെ എടിയെന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിയെന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു, പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ടും ഒരുത്തൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അവൻ്റെയാണ് ഈ ഹോട്ടലെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവൻ്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവരെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രയേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാരിങ്ങനെ ബഹളം വെക്കുന്നത്. എന്നോട് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എന്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും നിനക്ക് തന്നില്ലേ? ആ ദാ 8 ഉണ്ട്. അവനോട് റൂം തരാൻ പറ. $500 കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു. ശാപം. അതെങ്ങനാ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലും ഭ്രാന്തി. ഒന്ന് പിടിച്ചു തരുമോ? തമ്പിളി അമ്മാവനെ പിടിച്ചു തരാം. എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു തരൂ. എന്റെ കാശ് ഞാൻ പൊക്കോളാം. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിൽ കൂടെ വെച്ചാൽ തന്നെ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കുറെ വായു വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. തോന്നുന്നുണ്ടോ? വന്ന വഴിയെ തോന്നി, പക്ഷെ ഇപ്പൊ അതല്ല എന്ന് മനസ്സിലായി. നന്നായിട്ട് പെർഫോം ചെയ്തു. ശോഭനേച്ചി വളരെ നന്നായിരുന്നു. ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു ക്യാരക്ടർ. അങ്ങനെയൊന്നും വ്യത്യാസമായിട്ട് എനിക്ക് ഐ കുഡ്ന്റ് ഫൈൻഡ്. ബിക്കോസ് നിങ്ങൾ ഒരു നോൺ പ്രൊഫഷണലായിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഹെഡും കാര്യങ്ങളെല്ലാം. സ്ഥായി വാസ് ഓൾസോ വെരി ഗുഡ്. ക്യാരക്ടർ ഫീൽ കുറച്ച് ഓടിപ്പോയി ഡയലോഗ് റെൻഡറിങ്. ഐ തിങ്ക് ആ ടെൻഷൻ ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ഇത്രയേ ഉള്ളായിരുന്നു. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ഓടിപ്പോയി. സോ എനിവേ എനിക്ക് വേറെ കാര്യം, എനിക്ക് ഓഡിയോ വിഷ്വലൊന്നും കുറച്ച് ഡാർക്കായി പോയി. സോ ഐ കുഡ്ന്റ് സീ ദ വിഷ്വൽ. നന്നായി. ഐ വാസ് ഓൺലി ലുക്കിംഗ് അറ്റ് യു. എനിവേ വെൽ ഡൺ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. വെരി ഗുഡ്. മുരളിയേട്ടാ, രേവതിയുടെ അപാരമായിട്ടുള്ള പെർഫോമൻസും ഒരുമാതിരി മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ ഈ പടം എല്ലാവരും കാണുന്നുണ്ട്. അതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് തന്നെ ജയലക്ഷ്മി കൈകാര്യം ചെയ്തു. ആ സിങ്ക് ഇൻ ബിറ്റ്വീൻ ആണ് അതൊന്ന് പോയത്. അത് പോയത് ശരിക്ക് ബാധിക്കില്ലായിരുന്നു. അത് ബാധിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ വട്ടാണല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന ആ പോർഷൻ
വളരെ മുമ്പേ ജയലക്ഷ്മി കഴിഞ്ഞു, മനസ്സിലായി. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. thoroughly enjoyed it. Please keep it up. ബ്രില്യൻറ്റ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ജയലക്ഷ്മി ഇത്രയും പെർഫോം ചെയ്തു. കഴിഞ്ഞ പെർഫോമൻസിന് എത്ര മാർക്സ് കിട്ടി? 20-ൽ 11 ആയിരുന്നു. 11, 20-ൽ. അപ്പോൾ കുറച്ചുകൂടെയും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അന്ന് ജഡ്ജസും പറഞ്ഞായിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. ടി വിയിലെ പെർഫോമൻസ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചോ? ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട്. എന്ത് പറഞ്ഞു അവർ? കുറേ കൂടെ നന്നാക്കണം അങ്ങനെ പറഞ്ഞു. ട്രൂ ഫ്രണ്ട്സ്, വെരി ഗുഡ്. വനിതാ രത്നം പാചകരത്നം കൂടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കോൺടെസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് കുക്കിംഗ് ഷോ അല്ലേ? 5 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്ന സമയം. ഞാൻ പേര് ചോദിച്ച സമയത്ത് ആദ്യം പറഞ്ഞത് ദിവ്യ, പ്രഭ, അനിൽ. 3 പേരാണ്. ദിവ്യ, പ്രഭ, അനിൽ. തുടങ്ങാം. എന്താണ് സാധനം? വെർമിസെല്ലി ഉപ്പുമാ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? സവാള, പിന്നെ ഇത് ക്യാരറ്റ്, പിന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില, പിന്നെ ആണെങ്കിൽ ഇത് വറവിന് വേണ്ടിയിട്ട് ചുവന്നമുളക്, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി. റെഡി? 5 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്ന സമയം. തുടങ്ങാണ്. 1, 2, സ്റ്റാർട്ട്. രണ്ട് മിനിറ്റ്. 3.5 മിനിറ്റായി. 4 മിനിറ്റായി. 4:45. യെസ്. അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന്, അതും എല്ലാം ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആണ്. ഒരെണ്ണം പോലും കുക്ക് ചെയ്തതില്ല അല്ലേ? ഇത് കുറച്ച് ശകലം ബോയിൽ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട്. അധികം ഹാഫ് ഒന്നുമില്ല, ചെറുതായിട്ട്. അല്ല, സത്യം പറയണല്ലോ നമ്മളതൊരു അല്ല, ഇത് സത്യസന്ധമായിട്ട് പറയണം. ചെറുതായിട്ട് കുറച്ച് ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. ഒരു ചെറിയ പ്രശ്നമുള്ളത് ഉപ്പ്, ഒരു പൊടി. അത് സാരമല്ല, അത് സഹിച്ചു ഞാൻ. പക്ഷെ എണ്ണ കുറച്ച് കൂടി പോയി. മാർക്ക് പറയാം, ഞെട്ടരുത്. കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് ആഹ്ലാദ പ്രകടനം വേണ്ട. 6.5. താങ്ക് യു.